ഹലോ, ഞാൻ ബബിത്. ഞാനിന്ന് വന്നിരിക്കുന്നത് ടി വി എസിൻ്റെ ഏറ്റവും പുതിയ ബൈക്കായ ടി വി എസ് റോണിനുമായിട്ടാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഒരു ഡിഫറൻസ് നമ്മളുടെ റോഡിൽ വരുത്താൻ പോകുന്ന ഒരു ബൈക്കാണ് ഈ ടി വി എസ് റോൺ. ഇതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഇതൊരു 17 ഇഞ്ച് വീലാണ്, ബാക്കിലും 17 ഇഞ്ച് വീലാണ്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും മേജർ ചേഞ്ചസ് നമുക്ക് നോർമൽ ബൈക്കുകൾ അപേക്ഷിച്ച് വ്യത്യാസം പറയാനില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്സൈഡ് ഡൗൺ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രീമിയംനെസ് അല്ലെങ്കിൽ അതൊരു പ്രീമിയം ബൈക്സിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ആ ഒരു അപ്സൈഡ് ഡൗൺ സ്പോക്ക് വരുന്നത്. മഡ് ഗാർഡ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു ഡ്യുവൽ സൈഡഡ് പ്ലാസ്റ്റിക് സാധനം രണ്ട് സൈഡിലോട്ടും വന്ന് ഇതുമായിട്ട് കണ്ടിരിക്കുന്നത് ഭയങ്കര ഭംഗിയുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ വെഹിക്കിളിനുള്ളത്. ഡ്യുവൽ ചാനൽ എന്ന് വെച്ചാൽ ബാക്കിലും ഫ്രണ്ടിലും ABS ഉണ്ടെന്ന് അർത്ഥം. ഇതിൻ്റെ ബേസ് വേരിയൻസിൽ സിംഗിൾ ചാനൽ ABS ഉള്ള, അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ABS ഉണ്ടാവുകയുള്ളൂ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പാണ്. ഈ ഒരു TDRL ഭയങ്കര ഭംഗി ഈ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ക്ലോസപ്പിൽ കണ്ടാൽ മനസ്സിലാവും. T എന്ന് വെച്ചാൽ TVS-നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊരു ഈ വെഹിക്കിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ റോഡിലൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അത് രാവിലെയൊക്കെ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ T എന്നുള്ള സാധനം ഭയങ്കര എലഗൻ്റായിട്ട് കാണാം. ആ ടാങ്കിൽ നിന്ന് കുറച്ച് താഴ്ന്നിരിക്കുമ്പോൾ ഒരു അഗ്രസീവ്നെസ് നമുക്ക് റോഡിൽ കാണാൻ കഴിയും. ആ ഒരു ഡിസൈനും ഭയങ്കര ഭംഗിയുള്ളതാണ്. പിന്നെ ഈ ഇൻഡിക്കേറ്റർ ലാംപ്സും ഭയങ്കര ഭംഗിയുണ്ട്. ഈ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് ഉള്ളിലോട്ട് പോകുന്നത് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിന് ഭയങ്കര ഭംഗിയുള്ളതാക്കുന്നു. ഇതാണ് ഇതിൻ്റെ മീറ്റർ റീഡർ. കുറച്ച് അസിമെട്രിക്കലിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് രണ്ട് റൈഡിങ് മോഡ്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് അർബനാണ്, ഒന്ന് റെയിനിയാണ്. റെയിനി ആകുമ്പോൾ കുറച്ചും കൂടി ABS-ൽ കുറച്ച് ഇമ്പാക്ട്സ് ഉണ്ടാവുമെന്ന് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അറിയില്ല. ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാറെല്ലാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഒരു ക്ലച്ച് ലിവർ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഇത് 1-ലിരിക്കുന്നു, കുറച്ച് മാറ്റി നമുക്ക് 3-ലാക്കി ഇത് കുറച്ച് മാറി 2-ലാക്കി കുറച്ചുകൂടി താഴ്ത്തി 1 ആണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തിരിക്കും. അപ്പം കൈയുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ഈ ഒരു ക്ലച്ച് ലിവർ അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഭയങ്കര നല്ലതായിരിക്കും. ഫെദർ ടച്ച് സ്റ്റാർട്ട് ബട്ടണാണ്. നമ്മൾ ആ ഒരു നോർമൽ ബൈക്സിൽ ഉണ്ടാകുന്ന ഒരു മൾട്ടി ടാപ്സ് ഓൺ സ്റ്റാർട്ടിങ് എഞ്ചിൻ ഉണ്ടാവില്ല. തൊട്ട് കഴിഞ്ഞാൽ സ്മൂത്ത്ലി ഇത് വർക്ക് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ സൗണ്ട് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു ടാങ്കാണ്. അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ളൊരു ടാങ്കാണ് ഈ ഒരു TVS-ൻ്റെ റോണിനുള്ളത്. ഏകദേശം 14 ലിറ്ററാണ് അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഉള്ളത്. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഗൊറില്ല 450 ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ സ്റ്റൈലിലോട്ട് വരുന്നൊരു ടാങ്കാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈക്ക് പെട്ടെന്ന് കാണുമ്പോൾ വലിയൊരു ബൈക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓയിൽ കൂൾഡ് 225cc ബൈക്കാണ്. ഏകദേശം 19 ന്യൂട്ടൺ മീറ്റർ ടോക്കും 20 ഹോഴ്സ് പവറുള്ള എഞ്ചിനാണ് ഈ ഒരു വെഹിക്കിളിനുള്ളത്. ബാക്കിയെല്ലാം നോർമലി ഭയങ്കര ഭംഗിയായിട്ട് ഇവർ അക്കോമഡേറ്റ് ചെയ്യുന്നു. സീറ്റ് വരുമ്പോഴും അത്രയും അധികം സ്പേസ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ കംഫർട്ടബിളി റൈഡ് ചെയ്യാൻ പറ്റിയൊരു പൊസിഷനിലാണ് അല്ലെങ്കിൽ ഒരു ഷേപ്പിലാണ് ഈ ഒരു സീറ്റ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് ഡിസൈനൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കുന്നു. അതായത് നമ്മൾ ഇന്ത്യൻ റോഡ്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേണ്ട പോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈലൻസർ കവർ ചെയ്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് പാർട്ടൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. ABS ആണ് ഈ കാണുന്നത്. മോണോഷോക്ക് സസ്പെൻഷനാണ് ഈ വെഹിക്കിളിനത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ട് റൈഡിൽ കിട്ടുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 17 ഇഞ്ച് അലോയ് വീലാണ്. ബേസ് വേരിയൻറ്റിൽ വരുമ്പോൾ അത് സ്പോക്സ് ആവും. പക്ഷേ എപ്പോഴും അലോയ് വീൽസ് ആയിരിക്കും നമ്മളുടെ റൈഡിന് കുറച്ചുകൂടെ ഭംഗിയും കംഫർട്ടും കൊടുക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ബാക്കിൽ കാണാൻ കഴിയും. ഈ ഒരു ബൈക്ക് ആക്ച്വലി പ്രൈസ് ചെയ്തിരിക്കുന്നത് 1.73 ബേസ് വേരിയൻറ്റിനും 2.20 ഇതിൻ്റെ ടോപ്പ് എൻഡിനുമാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും 100-ൻ്റെ അതേ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു വെഹിക്കിൾ ഇരിക്കുന്നത്. നമുക്കത് ഓടിച്ച് മനസ്സിലാക്കാൻ നോക്കാം എങ്ങനെയാണ് 100 ആണോ ഇതാണോ നല്ലത്. ഞാൻ 100 ഓടിച്ചിട്ടുണ്ട് പേഴ്സണലി. ഞാനൊരു റോയൽ എൻഫീൽഡ് യൂസറാണ്. അതുകൊണ്ട് തന്നെ 100 ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അത് റിവ്യൂ ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ എന്തായാലും എനിക്ക് അതും ഇത് ഓടിക്കുമ്പോഴുള്ള ഡിഫറൻസ് എനിക്ക് പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമ്മൾ തുടക്കത്തിൽ വീഡിയോയിൽ ആ സൈഡായിരുന്നു, അതായത് എൻ്റെ ലെഫ്റ്റ് സൈഡായിരുന്നു കാണിച്ചത്. ഇപ്പോൾ ഇതൊരു റൈറ്റ് സൈഡാണ്. ഇതിലുള്ള കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സും ഡീറ്റെയിൽസും ഞാൻ പറയാം. ഇവിടെ എൻജിൻ തുറന്നിട്ടേക്കില്ല. അതിനൊരു TVS-ൻ്റെ ഒരു ബാഡ്ജ് പ്ലാസ്റ്റിക് കവർ കൊടുത്തിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പം ഇടതുവശത്തിൽ അതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്കിവിടെ കാണാൻ കഴിയും ഈ രണ്ട് മെറ്റൽ പാർട്ടിൻ്റെ ഇടയ്ക്ക്. പിന്നെ നമുക്കിവിടെ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ഒക്കെ കാണാൻ കഴിയും, മെറ്റൽ എലമെൻറ്റ്സ്. അതെല്ലാം ഡീറ്റെയിലിൻ്റെ ഭാഗമായിട്ടുള്ള TVS-ൻ്റെ ആഡ് ഓൺസ് ആണ് ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ ഭയങ്കര വൃത്തിയായിട്ടൊരു സോൾവ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ബെൽറ്റ് ഡ്രൈവിനോട് സാമ്യമുള്ള ഒരു ചെയിൻ കവർ അല്ലെങ്കിൽ ഒരു ചെയിൻ സ്പോക്കറ്റ് കവർ കാണാൻ കഴിയും.
അത് അത്യാവശ്യം വലുതായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ സൈഡിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ചെയിൻ വളരെ ഏകദേശം ഇതുവരെ ഉള്ളൂ, ബാക്കി ഇത്രയും ഭാഗം അവർ അഡീഷണലി കൊടുത്തിരിക്കുകയാണ്. എന്തായാലും അത് വെഹിക്കിളിന് ഒരു പ്രീമിയം ബൈക്കിൻ്റെ ലുക്ക് കൊടുക്കുന്നുണ്ട്. അതെന്തായാലും വണ്ടിക്ക് ഭംഗി കൊടുക്കുന്നതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഈ ഒരു അസിമെട്രിക്കൽ പ്ലേസ്മെൻ്റ് ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. ഈ ഒരു മീറ്റർ റീഡറുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ ക്ലീൻ ആയിട്ട് കാണാൻ കഴിയും. ഈ ഒരു അഗ്രസീവ് ലുക്ക് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ഒരു ഹെഡ് ലാമ്പ് കുറച്ച് താഴ്ന്നിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ പാർട്ടും ക്ലീൻ ആൻഡ് സിമ്പിളാണ്. ഈ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഗോൾഡൻ കളർ കൊടുത്തിരിക്കുന്നത് ഈ വണ്ടിക്ക് ഒരു സ്പെഷ്യൽ ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടെയിൽ ലാമ്പാണ് കാണുന്നത്, ബ്രേക്ക് ലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ സീറ്റുമായിട്ട് ഒരു പാരലായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗി ഈ ഒരു ബാക്ക് പോർഷന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കർവ്ലിനിയർ ബാക്ക് മഡ് ഗാർഡിൻ്റെ ഭാഗം കുറച്ച് വണ്ടിക്ക് ഭംഗിക്കുറവ് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഈ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സൊക്കെ നന്നായിട്ട് ഇണങ്ങി പോകുന്നുണ്ട്. പക്ഷേ ഈ പാർട്ട് മാത്രം കുറച്ച് ഡിറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങി. ഇനീഷ്യൽ റെസ്പോൺസ് ഒക്കെ കൊള്ളാം. ഇപ്പോൾ 2000 RPM വണ്ടി പോകുന്നത്. ആ ഒരു 3000 RPM നമുക്ക് വണ്ടി അത്യാവശ്യം റെസ്പോൺസ് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് ശേഷമാണ് 3000-3500 RPM നല്ല റെസ്പോൺസ് വണ്ടി തരുന്നത്. നമ്മൾ റോയൽ എൻഫീൽഡൊക്കെ സാമ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ലോവർ RPMസിൽ അത്യാവശ്യം ടോർക്ക് വരുന്ന വണ്ടിയാണ് റോയൽ എൻഫീൽഡൊക്കെ. അതുമായിട്ടൊക്കെ സാമ്യമുണ്ട് ഈ വണ്ടിക്ക്. എനിക്ക് തോന്നുന്നു ഈ സീറ്റിംഗ് പൊസിഷനും ഏകദേശം ക്ലാസിക്കുമായിട്ടൊക്കെ സാമ്യമുള്ളതാണ്. അപ്രൈറ്റ് പൊസിഷനാണ്. ഇപ്പോൾ ലോങ് റൈഡിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബൈക്കാണ്. ഒരു 50 km/h ഒക്കെ വണ്ടി സ്മൂത്തായിട്ട് കയറി പോകുന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു തോട്ടിൽ കൊടുക്കുമ്പോഴേക്കിന്. ഞാനിപ്പം അർബൻ മോഡിലാണ് ഇട്ടിട്ടുള്ളത്. ഇതിന് 2 മോഡ്സ് ഉണ്ട്, അർബനും റെയിനി മോഡ്സും. റെയിനി നമുക്ക് നല്ല അത്യാവശ്യം സ്ലിപ്ലി ആയിട്ട് റോഡൊക്കെ കാണുമ്പോൾ റെയിനി മോഡ്സ് ഇടാം. അപ്പോൾ ഇതിൻ്റെ ഡ്യുവൽ ചാനൽ ABS അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തോന്നുന്നു. നല്ലൊരു സൗണ്ടും നമുക്ക് ഈ ഒരു വണ്ടി തരുന്നുണ്ട് കേട്ടോ. ത്രോട്ടിൽ സൗണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് എടുക്കുകയാണ്. അത്യാവശ്യം കോൺഫിഡൻസ് വരുന്നൊരു വണ്ടി തന്നെയാണ്. ഈ ഒരു റൈഡിങ് പൊസിഷനും ബൈക്കിൻ്റെ സൈസൊക്കെ നമുക്ക് ഭയങ്കര കംഫർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏത് സൈസുള്ള ഒരാൾക്കും വൃത്തിയായിട്ടിരുന്ന് റൈഡ് ചെയ്യാൻ പറ്റിയ ബൈക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് ഡിജിറ്റൽ മീറ്ററിൽ തരുന്ന ഈ ബൈക്ക് തരുന്ന മൈലേജ് 19 പക്ഷേ ഇവിടുത്തെ സ്റ്റാഫ്സ് പറയുന്ന ശേഷം 40 km മൈലേജ് തരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് വണ്ടി ഏകദേശം ഒരു 30 km മൈലേജ് തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു എൻജിൻ സ്പെക്കും ഈ ഒരു പവറൊക്കെ അപേക്ഷിച്ച് എൻ്റെ ഒരു അനുമാനത്തിൽ ഏകദേശം ഒരു 30-35 ഇടയിൽ മൈലേജ് വണ്ടി കിട്ടുമെന്നാണ് പറയുന്നത്. 40 ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഹയർ ഗിയേഴ്സിലും വണ്ടി പതിയെ പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. 5th ഗിയറിലാണ് പതിയാണ് പോകുന്നത്. വലിയ കുഴപ്പമൊന്നും എനിക്ക് എൻജിൻ്റെ സൈഡിൽ നിന്നില്ല. ആ 225cc ഗുണമായിരിക്കണം. എനിക്ക് തോന്നുന്നു ആ ഫ്രണ്ട് സ്പോക്കിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ കളർ മാറ്റം ഒഴിച്ച് വേറെ വലിയ മേജർ ഡിഫറൻസ് ഒന്നും ഡിസൈൻ വൈസ് വണ്ടിക്ക് ഇല്ലയെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് അത്ര വലിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഓടിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ പുറത്ത് കാണുമ്പോഴാണെങ്കിലും അതായിരിക്കും അവസ്ഥ എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഓടിക്കുമ്പോൾ ഹണ്ടറിനെക്കാട്ടി കുറച്ചും കൂടി നല്ല കംഫർട്ട് ഈ വണ്ടി തരുന്നുണ്ടെന്ന് തോന്നുന്നു. അതതിൻ്റെ മോണോ സസ്പെൻഷൻ കാരണമായിരിക്കും. കുറച്ചും കൂടെ സ്മൂത്ത് സസ്പെൻഷനാണ് വണ്ടിക്കുള്ളത്. ഓഫ് റോഡിലൊക്കെ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന വണ്ടി തന്നെയാണെന്ന് തോന്നുന്നത്. വലിയ സസ്പെൻഷൻ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഷോർട്ട് ഡ്രൈവ്സ് കഴിഞ്ഞു. ഇനി തിരിച്ചു പോകണം. എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് നല്ലതാണ്. കുറച്ച് ദൂരം ഓടിച്ചുള്ളൂ സമയത്തിൻ്റെ കുറവ് കാരണം. പക്ഷെ നല്ലതാണ്. ഈ ഒരു സെൽഫ് സ്റ്റാർട്ടൊക്കെ നല്ല രസമുണ്ട് വണ്ടിക്ക്. അത്യാവശ്യം സ്പീഡ് എടുത്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. എന്തായാലും വാങ്ങുന്നവർ ഈ വണ്ടി ഇവിടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. കാരണം നമ്മളിവിടെ ഇപ്പോൾ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം 100 ആയിരിക്കാം. 100 കുറേ റോഡുകളുണ്ട്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസും ഐഡൻറ്റിറ്റി ഒക്കെ വേണ്ടവർ ഈ ഒരു വണ്ടി എടുക്കുന്നതാവും നല്ലതാവുക. കോസ്റ്റും 100 അതേ റേഞ്ചിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയിട്ട് ഒരു ഡെസിഷൻ എടുക്കുക. അങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങൾ ഈ വെഹിക്കിളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.